സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മുടെ റമദാൻ സീരീസിലെ റെസിപ്പി 22-ൽ എന്താണ് തയ്യാറാക്കുന്നത് നോക്കാം. ഒരു കിഡു ചിക്കൻ റാപ്പും ഒരു സൂപ്പർ ഡ്രിങ്കും ആണ്. അപ്പോൾ ഇതിൻ്റെ കോമ്പി എങ്ങനെയാണ് നമ്മൾ തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം നമുക്കൊരു 250 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുക്കാം. ഇതിലേക്ക് സ്വല്പം മഞ്ഞൾപ്പൊടി, പിന്നെ കാശ്മീരി ചില്ലി പൗഡർ 1 ടീസ്പൂൺ, പിന്നെ കുറച്ച് 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ചെറിയ ജീരകപ്പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ തൈര്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒരു നുള്ള് നാരങ്ങാനീര് എന്നിവ ചേർത്ത് നന്നായി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് നീളത്തിലരിഞ്ഞ സവാളയും ക്യാപ്സിക്കവും വഴറ്റിയെടുക്കണം. അര സവാളയും 1/2 ക്യാപ്സിക്കവും നന്നായി വഴറ്റിയ ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അഥവാ ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുക്കുക. നമ്മൾ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് വേവിക്കുക. വേവിച്ച ശേഷം ഇതിലേക്ക് ഒരു വേവിച്ച ഉരുളക്കിഴങ്ങ് നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഓൾറെഡി ചിക്കനിൽ ഉപ്പുണ്ട്, അതനുസരിച്ച് വേണം ചേർക്കാൻ. 5 മിനിറ്റും കൂടെ വേവിച്ചിട്ട് നമുക്കിത് സ്വിച്ച് ഓഫ് ചെയ്യാം. നമ്മുടെ അടിപൊളി ഫില്ലിംഗ് ഇവിടെ റെഡിയായി. ഇനി ഇതിലേക്കൊരു സോസ് തയ്യാറാക്കാം. ഇതിനായിട്ട് 2 ടീസ്പൂൺ പാപ്രിക്ക അല്ലെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ മതി. പിന്നെ തൈര് അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് കെട്ടിയിട്ട് എടുത്തത് ഹങ്കേർഡ് എന്ന് പറയും. പിന്നെ 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മയോണൈസ് 2 ടേബിൾ സ്പൂൺ, ഒരു സ്വല്പം മല്ലി അരിഞ്ഞത്, നാരങ്ങാനീര്, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ സോസ് അല്ലെങ്കിൽ ഇത് ഡിപ്പായിട്ട് പോലും യൂസ് ചെയ്യാൻ കേട്ടോ. ഇതിലേക്ക് നമുക്കിത് സോസാണ് നമ്മൾ തയ്യാറാക്കി എടുത്തു. ഇനി നമ്മൾ ഇത് റാപ്പാക്കാൻ പോവാണ്. റാപ്പിനായിട്ട് ടോട്ടിയ അല്ലെങ്കിൽ ചപ്പാത്തി എടുത്താലും മതി. ഇതിൻ്റെ റെസിപ്പിയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാമേ. ഈ ടോട്ടിയ അഥവാ ചപ്പാത്തി ഉണ്ടാക്കുന്ന റെസിപ്പിയുടെ ലിങ്ക്. ഇനി ഇതിലേക്ക് നമ്മുടെ തയ്യാറാക്കിയ സോസ് സ്പ്രെഡ് ചെയ്യുക, ഫില്ലിങ് സ്പ്രെഡ് ചെയ്യുക. ഞാൻ ഈ കാണിക്കുന്ന രീതിയിൽ ഒന്ന് റാപ്പ് ചെയ്യുക. നിങ്ങൾക്ക് ഗ്രില്ല് ചെയ്യാനുള്ള ആ മേക്കർ ഉണ്ടെങ്കിൽ അതിൽ ഗ്രില്ല് ചെയ്യുക, അല്ലെങ്കിൽ ഒരു പാനിൽ ഗ്രില്ല് ചെയ്തെടുക്കുക 2 ഭാഗവും. അത്രയേ ഉള്ളൂ. നമ്മുടെ അടിപൊളി ചിക്കൻ റാപ്പ് ഇവിടെ റെഡിയായി. ഞാനിതൊന്ന് കട്ട് ചെയ്ത് ഇതിൻ്റെ നടുക്ക് കാണിച്ചു തരാം കേട്ടോ. കിടു ടേസ്റ്റാണ്, അതുപോലെ തന്നെ വയറും നിറയും, നമുക്ക് മനസ്സും നിറയും. അപ്പോൾ ഇതാണ് നമ്മുടെ ചിക്കൻ റാപ്പിൻ്റെ റെസിപ്പി. ഇനി നമുക്കിതിലേക്കായിട്ടുള്ള ഒരു കോമ്പിനേഷൻ ഡ്രിങ്ക് തയ്യാറാക്കാം. അതിനായിട്ടൊരു മിക്സർ ജാറിൽ 2 നാരങ്ങ ഇതുപോലെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ കണ്ടൻസ് മിൽക്ക് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അടിക്കുക, അത്രയേ ഉള്ളൂ. എന്നിട്ട് അരിച്ചെടുക്കുക. പിന്നെ സെർവിങ് ഗ്ലാസ്സിലേക്ക് ഐസ് ക്യൂബ്സ് ഇടുക, സ്ട്രോ ഇടുക. നമ്മൾ അരിച്ചെടുത്ത ലെമണേഡ്, ഇത് ബ്രസീലിയൻ ലെമണേഡാണ്, ഒഴിച്ചു കൊടുക്കുക, സെർവ് ചെയ്യുക. അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ കോമ്പിനേഷൻ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് തന്നെ അറിയിക്കണേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണുന്നവരെ ബൈ, സ്റ്റേ സേഫ്.